ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള തുടർ നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോവുകയാണ്. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് പഞ്ചാബിൽ മിസൈൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യ തടഞ്ഞു. അമൃത്സറിനെ ലക്ഷ്യമിട്ടുള്ള പാക് മിസൈലുകളാണ് ഇന്ത്യ തകർത്തത്. അതേസമയം പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇന്ന് പുലർച്ചെ പാക് നുഴഞ്ഞുകയറ്റക്കാരനെ BSF വധിച്ചു. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആദ്യം ചേരുന്നു വിശദാംശങ്ങളുമായി. ദിലീപ്, ഇന്നലെ രാത്രി വൈകി ലാഹോറിൽ നിന്ന് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പഞ്ചാബ് അതിർത്തിയിലേക്ക് വന്നു എന്നും ആക്രമിക്കാൻ ശ്രമം നടത്തിയെന്നുമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണല്ലോ ഇപ്പോൾ വരുന്നത്. എന്താണ് പഞ്ചാബിലെ സാഹചര്യം? ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിശക്തമായി തിരിച്ചടിച്ചതുകൊണ്ട് മടങ്ങിപ്പോവുകയായിരുന്നു പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ എന്ന് വേണം കരുതാൻ, അല്ലേ? വിജയകുമാർ, അതിലേക്ക് കടക്കും മുമ്പ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ എന്ന വാർത്തയാണത്. അത് ആദ്യം ലാഹോറിലായിരുന്നു ഈ സ്ഫോടന വാർത്ത വന്നത്. അതിനുശേഷം കറാച്ചി, റാവൽപിണ്ടി, പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ ഉൾപ്പെടെ ഇന്നലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ബഹാവൽപൂരിൽ ഉൾപ്പെടെ 9 സ്ഥലങ്ങളിൽ തുടർ സ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത്. ഡ്രോൺ വഴിയുള്ള ആക്രമണമാണിതെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ആധികാരികമായി പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇക്കാര്യത്തിൽ അവരുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല. ഡ്രോൺ വഴിയുള്ള ആക്രമണത്തിന് പിന്നിൽ ആര്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ സ്ഫോടനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ, ആൾനാശം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വ്യക്തമായിട്ടില്ല. തുടർ സ്ഫോടനങ്ങൾ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എന്ന വിവരം അത് പാക് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. തുടർ സ്ഫോടനങ്ങൾ ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി, ബഹാവൽപൂർ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, ഇസ്ലാമാബാദിന്റെ പരിസരങ്ങൾ, ഇവിടെയൊക്കെ ഈ സ്ഫോടനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ്. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടരുകയാണ്. അവർ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം നിന്നുള്ള വെടിവെപ്പുകൾ തുടരുന്നു, ഷെല്ലാക്രമണങ്ങൾ തുടരുന്നു, മിസൈൽ വഴിയുള്ള ആക്രമണവും അവർ നടത്തി എന്നതാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. പഞ്ചാബിൽ അർദ്ധരാത്രിയിൽ അമൃത്സർ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പാക് വ്യോമസേനയുടെ ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം, മിസൈൽ ആക്രമണം ഉണ്ടായത്. പക്ഷേ 2 ഇടങ്ങളിലായി അതിനെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ തകർത്തിരിക്കുകയാണ്. ലക്ഷ്യത്തിലെത്തും മുമ്പ് തന്നെ പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തെ 2 ഇടത്ത് വെച്ചും, അത് പാകിസ്ഥാനിലെ ജലേവാധ എന്ന് പറയുന്ന സ്ഥലത്തും അതോടൊപ്പം പത്താൻ എന്ന് പറയുന്ന സ്ഥലത്തും, ഈ 2 സ്ഥലത്തും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തെ തകർത്ത് അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും വളരെ മുമ്പ് തന്നെ ഈ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, മിസൈലുകളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഫിറോസ്പൂരിലെ നുഴഞ്ഞുകയറ്റം, ഒരു പാകിസ്ഥാൻകാരൻ്റെ നുഴഞ്ഞുകയറ്റം, അത് BSF അതിർത്തി രക്ഷാ സേനയും അതിനെ ഫലപ്രദമായി തന്നെ തടഞ്ഞു. ഈ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചയാളെ അതിർത്തി രക്ഷാസേന വെടിവെച്ചു കൊന്ന് മൃതദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിജയകുമാർ, ദിലീപ് തുടരുക. ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചപ്പോൾ ആ വിവരം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. പാകിസ്ഥാനിൽ വ്യാപക സ്ഫോടനമാണ്, സ്ഫോടന പരമ്പരകളാണ്. കറാച്ചി, ഗുർജൻവാല, റാവൽപിണ്ടി, ഇതുകൂടാതെ 6 അതർ സിറ്റീസ് എന്നാണ് പാകിസ്ഥാൻ ആർമി തന്നെ പറയുന്നത്. അതായത് ഇതുവരെ വന്ന വിവരങ്ങൾ 9 കേന്ദ്രങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടക്കുന്നു എന്നതാണ്. ഇത് മുഴുവൻ ഡ്രോൺ ആക്രമണം എന്നാണ് പാകിസ്ഥാന്റെ ആർമി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് സീരിയൽ ബ്ലാസ്റ്റ്, അത് കറാച്ചി, ഗുർജൻവാല, റാവൽപിണ്ടി ഉൾപ്പെടെ 6 അതർ സിറ്റീസ് എന്ന് വെച്ചാൽ ഏതാണ്ട് 9-10 നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടക്കുന്നു ഇതുവരെ എന്ന വിവരമാണ് വരുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് പാകിസ്ഥാന് എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുന്നില്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷേ അകാരണമായ സ്ഫോടനങ്ങൾ എന്ന് മാത്രമാണ് സൂചന. അതിൽ ചിലയിടത്ത് ഡ്രോൺ ആക്രമണം എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട്. ലാഹോറിൽ നടന്നത് ഡ്രോൺ ആക്രമണമാണ് എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ നടുങ്ങി വിറയ്ക്കുകയാണ്. ഈ പകലിൽ എല്ലാ നഗരങ്ങളിലും, പ്രധാനപ്പെട്ട നഗരങ്ങളാകെ നഗരങ്ങളിലാകെ സ്ഫോടനം നടക്കുന്നു. അത് പലതും തന്ത്രപ്രധാന കേന്ദ്രങ്ങളോട് ചേർന്നാണ് ഈ സ്ഫോടനങ്ങൾ നടക്കുന്നത്. ലാഹോറിലെ വിമാനത്താവളത്തിനോട് ചേർന്നാണ് സ്ഫോടനം നടത്തിയത്. കറാച്ചിയിൽ പ്രധാന കേന്ദ്രങ്ങളിലാണ് സ്ഫോടനം നടക്കുന്നത്. കറാച്ചി പാകിസ്ഥാനിലെ ഒരു കൊമേഴ്ഷ്യൽ സിറ്റിയാണ്, പ്രധാനപ്പെട്ട ഒരു നഗരമാണ്, ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമാണ്. അവിടെയാണ് സ്ഫോടനം നടന്നപ്പോൾ പലയിടത്തും സ്ഫോടനം നടക്കുന്നുണ്ട് എന്ന വിവരമാണ് വരുന്നത്. അതിൽ
ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ സേന പുറത്തുവിട്ടിട്ടില്ല. ചിലയിടങ്ങളിൽ ഡ്രോൺ ആക്രമണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ദിലീപ്, ഇതിലിപ്പോൾ സേനയുടെ ഒരു പ്രതികരണം പറയുന്നത്, അവർ പറയുന്നത് ഡ്രോൺ ആക്രമണമാണ്, ലാഹോർ പോലീസ് പറയുന്നത് ഡ്രോൺ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ്. പക്ഷേ ഒരിടത്തുനിന്നും അതിൻ്റെതായ തെളിവുകളൊന്നും പുറത്തു വരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഒരുതരം അരക്ഷിതാവസ്ഥ പാകിസ്ഥാനിലെ നഗരങ്ങളിലുണ്ട് ഇപ്പോഴല്ലേ? വിജയകുമാർ, തികച്ചും അരക്ഷിതാവസ്ഥയാണ്. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. എവിടെ പൊട്ടും എപ്പോൾ പൊട്ടും എന്നൊക്കെ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ ഉണർന്നെഴുന്നേറ്റത് തന്നെ ഇന്നലെ അർദ്ധരാത്രി ലാഹോറിലെ വോൾട്ടൺ എയർഫീൽഡിന് സമീപം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി. തുടർച്ചയായ 3 സ്ഫോടനങ്ങൾ ഉണ്ടായി. ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങിയോടി എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് വലിയ പുക, കനത്ത പുക ആ സ്ഥലത്താകെ, ആ പ്രദേശത്താകെ ഉയർന്നു എന്നും നാട്ടുകാർ, ദൃക്സാക്ഷികളായ നാട്ടുകാർ പറഞ്ഞിരുന്നു. അതാണ് ആദ്യം പാക് മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നാലെയാണ് കറാച്ചി, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രമാണ് കറാച്ചി. കറാച്ചിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. റാവൽപിണ്ടി, പാകിസ്ഥാനിലെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. തലസ്ഥാനമായ ഇസ്ലാമാബാദിന് സമീപം സ്ഫോടന ശബ്ദം കേൾക്കുന്നു. ബഹാവൽപൂർ, ഇന്നലെ ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ പരിശീലന കേന്ദ്രം ഉണ്ടായിരുന്ന സ്ഥലം, അത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത സ്ഥലം, അവിടെ വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ. ഇങ്ങനെ തുടർച്ചയായി പല സ്ഥലങ്ങളിലായി സ്ഫോടന പരമ്പരകൾ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ സർക്കാരിന് അറിയുന്നില്ല, പാകിസ്ഥാൻ സേനയ്ക്ക് അറിയുന്നില്ല, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഇതാരാണ് പിന്നിലെന്ന് പറയുന്നില്ല. ഡ്രോണുകളാണ്, 5-6 അടി പൊക്കമുള്ള ഡ്രോണുകളാണ് ലാഹോറിൽ സ്ഫോടനത്തിന് പിന്നിൽ എന്ന കാര്യമാണ് രാവിലെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ആരാണിവർ ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ എന്ന കാര്യം അറിയാതെ, എപ്പോൾ എവിടെയൊക്കെ ഈ സ്ഫോടനമുണ്ടാകും, എപ്പോൾ പൊട്ടും, എവിടെ പൊട്ടും എന്ന് അറിയാത്ത ഒരു അരക്ഷിതാവസ്ഥ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് ബലൂചിസ്ഥാനിൽ തന്നെ 14 പാക് പട്ടാളക്കാരെ കൊലപ്പെടുത്തിക്കൊണ്ട് ബലൂചിസ്ഥാൻ വിമോചന സേന നടത്തിയ ആക്രമണം. അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം മറ്റ് സ്ഫോടനങ്ങളുടെ ഒന്നും ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടുമില്ല. ആരാണിതിന് പിന്നിലെന്ന് പാകിസ്ഥാന് അറിയാൻ കഴിയാത്ത, ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വിജയകുമാർ. യെസ്.